ഇരിങ്ങൂർ ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിൽ കൾച്ചറൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചു. റിതം 2K26 എന്ന പേരിൽ നടന്ന പരിപാടി ശ്രദ്ധേയമായി. ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച റിതം 2K26 കലോത്സവത്തിന് ഓഗസ്റ്റ് 13 തുടക്കം കുറിച്ചു. ഈശ്വര പ്രാർത്ഥനയോടെ ചടങ്ങുകൾ ആരംഭിച്ചു. മുഖ്യാതിഥിയും എഴുത്തുകാരനും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ KP രാമനുണ്ണി ഭദ്രദീപം കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച അദ്ദേഹം വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സന്ദേശം നൽകി. വിദ്യാഭ്യാസം മികച്ച മാർക്കുകൾ നേടുന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും അറിവും മൂല്യബോധവും ഉത്തരവാദിത്തബോധവും വളർത്തി നല്ല മനുഷ്യരായി മാറുകയാണ് വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിൻ്റെ കൾച്ചറൽ ഫെസ്റ്റിൻ്റെ ശീർഷകം റിഥം എന്നതാണ് എന്ന കാര്യം എന്നെ വളരെ ആകർഷിച്ചു. കാരണം ഒരു കൾച്ചറൽ ഫെസ്റ്റിൻ്റെ അല്ലെങ്കിൽ ആർട്ട് ഫെസ്റ്റിവലിൻ്റെ ഏറ്റവും അനുയോജ്യമായി ചേർന്ന് നിൽക്കുന്നൊരു പദമാണ് റിഥം എന്നുള്ളത്. കാരണം ജീവിതത്തിന് താളമുണ്ട്, ജീവന് താളമുണ്ട്, പ്രകൃതിക്ക് താളമുണ്ട്. ഈ താളം തെറ്റുന്ന സമയത്താണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു സാംസ്കാരികമായ ഉത്സവത്തിന് താളത്തെ ഉൽപ്പാദിപ്പിക്കാനുള്ള പ്രാഥമികമായ കർത്തവ്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ലൂക്ക് മെമ്മോറിയൽ സ്കൂളിൻ്റെ ഈ കൾച്ചറൽ ഫെസ്റ്റ് വളരെ അർത്ഥവത്താണ് എന്നത് അതിൻ്റെ ശീർഷകം തന്നെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഉദ്ഘാടകന് സ്കൂൾ മാനേജർ ലൗന K കുര്യാക്കോസ് ഉപഹാരം നൽകി. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദുൽ സത്താർ MK അധ്യക്ഷത വഹിച്ചു. 5 സ്റ്റേജുകളിലായി വ്യത്യസ്തമായ പരിപാടികൾ 2 ദിവസം നീണ്ടു നിൽക്കുന്ന കലയുടെയും സംസ്കാരത്തിൻ്റെയും വരയുടെയും എഴുത്തിൻ്റെയും ഒക്കെ 2 ദിനങ്ങൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. എല്ലാ വിദ്യാർത്ഥികളും ഒരു പരിപാടിയിലെങ്കിലും പങ്കെടുക്കേണ്ടതുണ്ട്. യാന്ത്രികമായ കടന്നു പോകുന്ന ജീവിതത്തിൽ കലയും സംസ്കാരവും സാഹിത്യവും ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അവർ മനുഷ്യനായി മാറുന്ന പ്രക്രിയയിൽ ഈ എഴുത്തിനും എഴുത്തുകാർക്കും ഒക്കെ വലിയ പ്രാധാന്യമുണ്ട്. തീർച്ചയായും നമ്മുടെ കുഞ്ഞുങ്ങളെ വലിയ എഴുത്തുകാരെ പരിചയപ്പെടുത്തുക എന്നൊരു ഉദ്ദേശം കൂടി നമുക്കുണ്ട്. അങ്ങനെയാണ് നമ്മോടൊപ്പം ഇന്ന് നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനായ KP രാമനുണ്ണി സാർ നമ്മോടൊപ്പം ചേരുന്നത്. വൈസ് പ്രിൻസിപ്പൽ സർല PT സ്വാഗതം പറഞ്ഞു. PTA പ്രതിനിധി ഡോക്ടർ ബിബിൻ കുര്യാക്കോസ് ആശംസകൾ നേർന്നു. പലതരത്തിലുള്ള താളം തെറ്റലുകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ സമൂഹത്തിൽ ശരിയായ താളം കലയുടെയും സർഗാത്മകതയുടെയും ആഴത്തിലുള്ള അനുഭവങ്ങളാക്കിക്കൊണ്ട് ഓരോ കോളേജ് സ്കൂൾ ഫെസ്റ്റുകളും മാറേണ്ടതുണ്ട് എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. കലയുടെയും സർഗാത്മകതയുടെയും തലത്തിലൂടെ മാത്രമേ കുഞ്ഞുങ്ങളെ, വരും തലമുറകളെ നമുക്ക് പ്രകൃതിയുടെ ജീവിതത്തിൻ്റെ താളത്തിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ എന്നുള്ളൊരു വലിയ സന്ദേശമാണ് ഈ റിതം 2K26 ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേരളത്തിൻ്റെ പ്രിയങ്കരനായിട്ടുള്ള എഴുത്തുകാരൻ രാമനുണ്ണി സാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. 13, 14 തീയതികളിൽ നടക്കുന്ന വർണ്ണാഭമായ കലോത്സവത്തിൽ നിരവധി വിദ്യാർത്ഥികളാണ് മാറ്റുരയ്ക്കുന്നത്. കലോത്സവത്തിലെ വിവിധ പരിപാടികൾ രാഗം, താളം, പല്ലവി, ശ്രുതി, ലയം എന്നീ 5 വേദികളിലായാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്കൂളിലെ റെഡ്, ഗ്രീൻ, യെല്ലോ ആൻഡ് ബ്ലൂ ഹൗസിലെ വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികളിലും മത്സരങ്ങളിലും ആവേശപൂർവ്വം പങ്കെടുത്തു. Once upon a time, there was a peacock in the jungle. It danced happily on rainy days. One day, it heard a nightingale singing nearby. The peacock said, "Wow, what a sweet voice a nightingale has. Let me sing along with her." The peacock started singing, but realized that his voice was very loud. It became sad and started crying. കലോത്സവത്തിന്റെ സ്റ്റാഫ് കോർഡിനേറ്റർ ലിഗി വർഗീസ്, കലോത്സവ കൺവീനർ ജയകുമാരി, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ചിഞ്ചു ബാബു, PRO രേഷ്മ P ജോസഫ്, അധ്യാപകർ എന്നിവരും സന്നിഹിതരായി. ചടങ്ങിൽ രാജി നന്ദി രേഖപ്പെടുത്തി. വിദ്യാർത്ഥികളുടെ കലാപ്രതിഭകൾക്ക് മികച്ച വേദിയൊരുക്കിയ റിതം 2K26 സ്കൂളിന്റെ കലാ സാംസ്കാരിക മികവിന്റെ മനോഹരമായ ആഘോഷമായി മാറി. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.